അവസാനം മൗനം പാലിച്ച് മുട്ടുമടക്കി മോദിയുടെ ആളുകൾ. രാഹുലിന്റെ പരാമർശത്തിൽ പൊള്ളിയിരിക്കുകയാണ് BJP സഖ്യം. ഇപ്പോൾ രാജ്യത്താകെ ആക്രമണം അഴിച്ചുവിടുകയാണ് BJP പ്രവർത്തകർ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുകയാണ് ബജറംഗ് ദൾ പ്രവർത്തകർ ചെയ്തത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഓഫീസിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളും ബജറംഗ് ദൾ പ്രവർത്തകർ നശിപ്പിച്ചു. രാഹുലിന്റെ പോസ്റ്ററുകൾ കറുത്ത മഷി ഉപയോഗിച്ച് വികൃതമാക്കിയിട്ടുമുണ്ട്. ആക്രമണത്തിന്റെ വീഡിയോ ബജറംഗ് ദൾ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS എന്നിവരാണ് ഗുജറാത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ഗുജറാത്ത് നിയമസഭാ കോൺഗ്രസ് നേതാവുമായ അമിത് ചൗദ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തുറന്നു കാട്ടുന്ന പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയിരുന്നത്. വിദ്വേഷവും ആക്രമണം നടത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രിയും BJPയും യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഹിന്ദുക്കളെ അവഹേളിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണെന്നും ഹിന്ദുവിന്റെ പേരിൽ രാജ്യത്ത് ആക്രമണം നടക്കുന്നു എന്നും പറഞ്ഞിരുന്നു. ദലിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുകയാണ്. പരമശിവന്റെ ചിത്രം ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാക്കുകയും ഭരണപക്ഷ പ്രസംഗം പലതവണ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. അയോധ്യയിൽ മത്സരിക്കാൻ കഴിയുമോ എന്ന് മോദി സർവേ നടത്തിയിരുന്നുവെന്നും മത്സരിക്കരുതെന്ന് സർവേക്കാർ ഉപദേശം നൽകിയിരുന്നു. അയോധ്യക്കാരുടെ മനസ്സിൽ മോദി ഭയമാണ്. SP-യുടെ അവധേഷ് പ്രസാദിനെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു. നിങ്ങൾ ഹിന്ദു അല്ല, BJP വെറുപ്പ് ആക്രമണവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ഈ ഒരു പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം വിവാദമാക്കുന്നത് BJPയുടെ തന്ത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അഗ്നിവീർ കർഷകരുടെ പ്രശ്നങ്ങൾ, പഴയ പെൻഷൻ പദ്ധതി തുടങ്ങിയ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും സജീവമാണ്. സർക്കാർ പുതിയതാണെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും തുറന്നു കാട്ടുന്ന പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. വിദ്വേഷവും അക്രമവും നടത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ല എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. തുടർന്നാണ് ഈ ഒരു ആക്രമണം ഗുജറാത്തിൽ ബജറംഗ് ദൾ പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. മാത്രമല്ല, രാജ്യത്തുടനീളം ചർച്ചയാവുന്നതും ഈ വിഷയം തന്നെയാണ്. ഇതിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വരെ കണ്ടിരുന്നത്. എന്നാൽ ഇതിൽ അത് ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്.